കോൺഗ്രസിന് നൽകിയ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ചെട്ടിയാർമൽ വാർഡ് തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ വഞ്ചിച്ചു എന്നാരോപിച്ച് പാർട്ടിയിൽ കൂട്ടരാജി. ചെട്ടിയാർമൽ വാർഡിൽ നിന്നുള്ള നേതാക്കളാണ് തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് മാഫിയ ബന്ധമെന്നും ആരോപണം. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചെട്ടിയാർമൽ മുസ്ലിം ലീഗ് ഓഫീസിലാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. 2010 അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലീഗിന്റെ വാർഡായ ചെട്ടിയാർമൽ കോൺഗ്രസിന് നൽകുകയായിരുന്നു. വാർഡ് നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനം. തൊട്ടടുത്ത വർഷത്തിൽ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ട് പറഞ്ഞിരുന്നത്. തുടർന്നുള്ള 2 തിരഞ്ഞെടുപ്പിലും അതുണ്ടായില്ല. ഇതിനെതിരെ വാർഡിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. അതേസമയം 2020 വരുന്ന തിരഞ്ഞെടുപ്പിൽ വാർഡ് ലീഗിന് തന്നെ തിരിച്ചു നൽകുമെന്ന തീരുമാനത്തിൽ MLA അടക്കമുള്ള ലീഗിലെയും കോൺഗ്രസിലെയും നേതാക്കൾ ഒപ്പിട്ട് ഒരു എഗ്രിമെന്റും തയ്യാറാക്കിയിരുന്നു. എന്നാൽ അതിനെ മറികടന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ ഇത്തവണയും സീറ്റ് കോൺഗ്രസിന് തന്നെ നൽകിയിരിക്കുന്നതെന്നാണ് വാർഡിലെ നേതൃത്വം പറയുന്നത്. ഇത് വഞ്ചനയാണെന്നും ഇവർ ആരോപിക്കുന്നു. അവസാന നിമിഷം ഇത് തകിടം മറിയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് ബലപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മണ്ഡലം ജില്ലാ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടു. അവസാനം ഞങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു, അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കണ്ടു, അതുപോലെ തന്നെ ഹമീദ് മാസ്റ്ററെ കണ്ടു. ഇങ്ങനെ ഓരോരുത്തരെയും ഞങ്ങൾ കണ്ടു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെടാനാണ്. കാരണം അവർക്കൊക്കെ ചെയ്യുക പരിമിതികൾ എന്ന് പറഞ്ഞാൽ വാർഡിന്റെ ചുറ്റുപാടുകൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇവരായതുകൊണ്ട് ഞങ്ങൾ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം വരെ ഇത് കിട്ടൂല. ഞങ്ങൾ അനിൽകുമാറിനെ കണ്ടപ്പോൾ അനിൽകുമാർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, കാരണം നിങ്ങളുടെ കയ്യിൽ എന്റെ ഉപ്പാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾക്ക് സീറ്റ് വാങ്ങിത്തരാൻ കഴിയാത്തതിൽ. എന്നാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസരത്തിൽ ഒരു പ്രത്യേക ഘടകം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കതിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈയൊഴിഞ്ഞൊരു ചുറ്റുപാടുണ്ടായി. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് വാർഡിലെ മുസ്ലിം കോൺഗ്രസിന്റെ നേതൃത്വം ഞങ്ങൾക്ക് എതിരുണ്ടായിട്ടില്ല, അതിൽ മറ്റു കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഞങ്ങൾക്ക് തരുമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവസാന ഘട്ടത്തിൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളും മണ്ഡലത്തിലും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പ്രത്യേക മാഫിയയുമായി ബന്ധപ്പെട്ട് ഇതിനെ തകിടം മറിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത്. ഞങ്ങളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അക്ഷരം പ്രതി ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ഈ വാർഡിലുള്ള അതാത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളും ഇനി മുതൽ ഈ നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ്. അവരുടെ ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കാനോ അവരുമായി അങ്ങോട്ട് പോകാനോ, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ട്രഷറർ ആയാലും പ്രവാസി ലീഗിന്റെ സെക്രട്ടറി ആയാലും MSFന്റെ ജോയിന്റ് സെക്രട്ടറി ആയാലും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായാലും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ സ്ഥാനങ്ങളും രാജിവെച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. വാർഡിലെ ഒരാളോട് പോലും ആലോചിക്കാതെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതാണ്. ഞാൻ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെയും പഞ്ചായത്ത് ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കൽ ശരിക്കും വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇത് ശരിക്കും വണ്ടൂർ പഞ്ചായത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി ഏത് വാർഡിലെ സ്ഥാനാർത്ഥി രൂപീകരിച്ചതും ഒരാളും വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പൊ ഇവിടെ പല നേതാക്കന്മാരും ഒരുപാട് നേതാക്കന്മാർ വണ്ടൂർ പഞ്ചായത്തിലുണ്ട്. ഓരോന്നും കൂടിയെടുത്ത തീരുമാനങ്ങളല്ല. ഇത് ആകെ ഒരു 4 ആൾക്കാർ കൂടിയിരുന്നിട്ടാണ് ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി ഷൈജലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഷൈജലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പാർട്ടി തീരുമാനം അല്ല. വണ്ടൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഭാരവാഹികൾ കൂടിയിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ 19 വാർഡിൽ അത് 20 വാർഡിൽ വാർഡ് കമ്മിറ്റി കൂടിയെടുത്ത തീരുമാനമല്ല. ഇത് ഷൈജൽ മാത്രം പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുക, മണ്ഡലം കമ്മിറ്റി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ തീരുമാനം എടുക്കാനുള്ള കാരണം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഈ വാർഡ് കഴിഞ്ഞ 5 വർഷം മുന്നേ ഞങ്ങൾക്ക് എന്തായാലും തരും എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് അടക്കം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് UDFിലെ ഉന്നതമായ നേതാക്കന്മാരടക്കം ഒപ്പിട്ട് തന്നൊരു എഗ്രിമെന്റ് തന്നിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ വരുന്ന എല്ലാ പരിപാടികളും പോലും പ്രഖ്യാപിക്കുകയാണ് ഇനി ഈ സീറ്റ് ലീഗിനാണ്, ഇനി ഈ സീറ്റ് ലീഗിനാണെന്നുള്ളത്. ഇപ്പൊ ഈ സീറ്റ് വനിതാ സീറ്റാണ്. അതായത് ഇതിന് പകരം പഞ്ചായത്തിലെ 3 ജനറൽ വാർഡിൽ അടക്കം നമ്മൾ കൊടുക്കാന്ന് കോൺഗ്രസിനോട് പറഞ്ഞാണ്. അവസാനം വിവേകതങ്ങൾ അടക്കമുള്ള ആള് വിവേകതങ്ങളെ വാർഡ് കുറ്റി കൊടുക്കാന്ന് MLAക്ക് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞാണ്. എന്നിട്ട് നിങ്ങൾ ചെട്ടിയാർ വിട്ടുകൊടുക്കി. ഞങ്ങൾ ആരും ചെട്ടിയാർ സീറ്റ് വാങ്ങുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല. ഭാവി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ഇവർ പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ CT അസൈനാർ, AP നഹനൂദ്, K മുജീബ് റഹ്മാൻ, PK റാഫി, CP സഫ്വാൻ, PK ഫർഹാൻ, CP ഷാക്കിർ, PK റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. 5% മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.